ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ PS പ്രശാന്തിന്റെ ജാമ്യാപേക്ഷ തള്ളി കൊല്ലം വിജിലൻസ് കോടതി. ബോർഡ് അംഗം അജികുമാറിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് ജാമ്യം. വിവരങ്ങളുമായി ശാലിനിയാണ് ചേരുന്നത്. ശാലിനി, ഈ PS പ്രശാന്തിന് വലിയ തിരിച്ചടിയാണിതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നത്? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ ഭാഗത്ത് നിന്ന് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ നീക്കങ്ങൾ നടപടി അത് കനത്ത തിരിച്ചടി തന്നെയാണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടപ്പെടുകയാണ്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ജാമ്യ ഹർജി കോടതിയിൽ സമർപ്പിച്ചപ്പോൾ പ്രതീക്ഷയോടുകൂടിയാണ് PS പ്രശാന്ത് നോക്കിക്കണ്ടത്. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ ഇപ്പോൾ അസ്തമിച്ചിരിക്കുകയാണ്. വിജിലൻസ് കോടതി PS പ്രശാന്തിന്റെ ജാമ്യ ഹർജി തള്ളിയിരിക്കുകയാണ്, ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. പകരം ബോർഡ് അംഗം കൂടിയായിട്ടുള്ള അജിത് കുമാറിന് ഇപ്പോൾ ജാമ്യം നൽകി എന്നുള്ളതാണ് നമുക്കിപ്പോൾ കോടതിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അടക്കം പരിശോധിച്ചതിന് ശേഷമാണ് ജാമ്യം നൽകിയിട്ടുള്ളത്. ചില ആരോഗ്യ പ്രശ്നങ്ങളടക്കം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇതടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം നൽകിയിട്ടുള്ളത്. പക്ഷേ PS പ്രശാന്ത് റിമാൻഡിൽ തുടരും, ജയിലിൽ തുടരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അദ്ദേഹം തുടരും എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും 2025-ലും 2019-ലും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട നിർണായക പങ്ക് PS പ്രശാന്തിന് ഉണ്ട് എന്ന് കോടതി കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. കോടതിക്ക് മുൻപാകെ ഒപ്പം തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ള നിർണായകമായിട്ടുള്ള തെളിവുകൾ അത് PS പ്രശാന്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ്, കുരുക്കാണ് എന്നുള്ളതാണ്. കൃത്യമായ ഗൂഢാലോചന, ഒപ്പം തന്നെ കൃത്യമായ മോഷണ ശ്രമം അല്ലെങ്കിൽ സ്വർണം കട്ടുകൊണ്ട് ശബരിമലയിൽ നിന്നും പോയി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ തെളിവുകൾ PS പ്രശാന്തിനടക്കം എതിരെ ഉണ്ടായിട്ടുണ്ട്. ഇതടക്കം സ്ഥിരീകരിക്കുകയും ഒപ്പം തന്നെ ജാമ്യം നൽകിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ തെളിവ് നശിപ്പിക്കൽ, ഒപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കൽ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അടക്കമുള്ളവർ ഇത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്കും നടപടിയിലേക്കും എത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസ് അന്വേഷണത്തെ, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെയും SITയുടെയൊക്കെ അന്വേഷണത്തെ PS പ്രശാന്തിന് ജാമ്യം ലഭിച്ചാൽ അത് ബാധിക്കുമെന്നുള്ള വിലയിരുത്തൽ കൂടി കോടതിക്കുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ PS പ്രശാന്തിന്റെ ജാമ്യ ഹർജി തള്ളിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അടുത്ത ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ അല്ലെങ്കിൽ അടുത്ത നടപടികൾ നേരിടുന്നത് വരെ റിമാൻഡ് കാലാവധി, ഒപ്പം തന്നെ റിമാൻഡിൽ കഴിയുന്ന PS പ്രശാന്ത് ജയിലിൽ തന്നെ തുടരേണ്ടി വരും. PS പ്രശാന്തിനെ പിന്തുണച്ചവർക്കും ഒപ്പം തന്നെ CPM-നും CPI-ക്കും ഒക്കെ ലഭിച്ച ഒരു തിരിച്ചടി കൂടിയായി ഈ കോടതി നടപടി കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദിവസങ്ങളായി തിരുവനന്തപുരത്തെ ജയിലിൽ കഴിയുകയാണ്. തുടക്കം മുതൽ തന്നെ സ്വർണ്ണക്കൊള്ളയുടെ കൃത്യമായ പങ്ക്, ഗൂഢാലോചന, ഒരു സ്വർണ്ണക്കൊള്ള മറയ്ക്കാനായി രണ്ടാമത് വീണ്ടും ഒരു സ്വർണ്ണക്കൊള്ള കവർച്ച നടത്തി എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ PS പ്രശാന്തിനെതിരെ ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ജാമ്യം നിഷേധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ള സ്ഥിരീകരണത്തിന്റെയും ഒപ്പം തന്നെ വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിട്ടുള്ളത്. കോടതിയിൽ നടപടികൾ അവസാനിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും അടുത്ത ജാമ്യാപേക്ഷ ഉടൻ തന്നെ നൽകുമെന്നുള്ളതാണ് PS പ്രശാന്തുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഏത് തരത്തിൽ ഇനി കോടതിയും അന്വേഷണ സംഘവും ആ നടപടിയെ നേരിടും എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും CPM-നെയും ഇടതുപക്ഷത്തിനെയും സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള കുരുക്ക് തന്നെയാണ് PS പ്രശാന്ത് ഇപ്പോൾ ജയിലിൽ കഴിയുന്നതും ഒപ്പം തന്നെ ഇന്നത്തെ ഈ കോടതിയിൽ നിന്നുള്ള ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള തിരിച്ചടിയും. ഗൗതം, ഓക്കെ, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ PS പ്രശാന്തിന് വലിയ തിരിച്ചടിയാണ്. ജാമ്യം ഇല്ല. എന്നാൽ പ്രശാന്തിനൊപ്പം ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജികുമാറിന് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിജിലൻസ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശാന്തിനെ ഒരു കാരണവശാലും വിട്ടയക്കില്ല എന്ന നിലപാട് കോടതി കൈക്കൊണ്ടു. നമുക്കറിയാം, ശബരിമല സ്വർണ്ണ കവർച്ച 2018-19 കാലയളവിൽ നടന്ന സ്വർണ്ണ കവർച്ച മറയ്ക്കുവാനായി 2025-ൽ സമാനമായ രീതിയിൽ അവിടുത്തെ സ്വർണ്ണ വിഭവങ്ങൾ എടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തുകൊണ്ട് പോകുവാൻ അനുമതി നൽകിയത് PS പ്രശാന്തായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കോടതി ഇപ്പോൾ ജാമ്യം നൽകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.